ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു 2 kg വെയിറ്റ് വരുന്ന ഒരു വാനില സ്പഞ്ച് കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റിലെ തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ബേക്കിംഗ് ട്രേയിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ 2 ട്രേ ആണ് 2 kg കേക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ 10 ഇഞ്ച് ഉണ്ടെങ്കിൽ 10 ഇഞ്ച് എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 8 ഇഞ്ചിൻ്റെ 2 ട്രേ. എന്നിട്ട് ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അരിപ്പയിലേക്ക്. എന്നിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് ഇവിടെ 3 തവണ അരിച്ചെടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് 3 തവണ നല്ലതുപോലെ അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡ ഇല്ല എന്ന് നിർബന്ധമില്ല. ബേക്കിംഗ് പൗഡർ കുഴപ്പമില്ല. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇല്ലാതെ നമുക്ക് സ്പഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ 3 തവണ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസ്ക് വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കണം. അടുത്തത് 2 kgക്ക് വേണ്ടുന്ന പൊടിച്ച പഞ്ചസാര. ഞാനിവിടെ 2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. പൊടിക്കാത്ത ആണെങ്കിൽ 1.5 കപ്പ്. എന്നിട്ട് ഒരു ബൗളിലേക്ക് 8 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ സോൾട്ടും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളതിന് മുട്ടയുടെ തോടൊന്നും അതിലോട്ട് വീഴാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന ബൗളിൽ ഒട്ടും വെള്ളത്തിൻ്റെ നനവും പാടില്ല. ഇപ്പം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ച് ഫ്ലഫി ആക്കി എടുക്കണം. ഒന്ന് പതഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന പഞ്ചസാര കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് ലോ ടു ഹൈ സ്പീഡിൽ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കുക. ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മളിവിടെ നല്ല റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇട്ടിട്ട് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനേ പാടുള്ളൂ, ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഒരിക്കലും ഇനി ബീറ്റ് റേസ് ചെയ്യില്ല. അതിൻ്റെ ബ്ലേഡ് വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അതിനുശേഷം 3 തവണയായിട്ടാണ് ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത്. അതിന് 2 തവണ പാലും. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ്, പിന്നെ പാല്, ലാസ്റ്റ് പിന്നെ നമ്മൾ എപ്പോഴും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിരിക്കണം ചേർക്കുന്നത്. ആഡ് ചെയ്ത് നല്ലതുപോലെ കട്ട് ആൻഡ് ഫോൾട്ട് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ താന്നു പോകും. അപ്പോൾ ഞാൻ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ച് കട്ട് ആൻഡ് ഫോൾട്ട് മെത്തേഡിൽ എല്ലാം ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ബേക്കിംഗ് ട്രേയിലായിട്ട് പപ്പാതി വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2ലും 500 ഗ്രാം വെച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 500ഉം 520 ചെറിയ ഒരു ഇതിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ട്രേയിലോട്ട് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് നല്ലതുപോലെ ഈ സമയം നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ടാപ്പ് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞെടുക്കുക.
ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 160 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ട്രെയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.